ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ എക്സാംസിനുള്ള ഒരു 40 ഡേയ്സ് ടൈം ടേബിൾ ആണ്. അപ്പോൾ ഒരു 30 ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു 15 ദിവസം ഫുൾ റിവൈസ് ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് ഈ ടൈം ടേബിൾ. ഈ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ്സാവും. അപ്പോൾ ഡേ 1 പറയുന്നത് ഫസ്റ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്. അത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്. പിന്നെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. ദെൻ മലയാളത്തിലെ ഫസ്റ്റ് ടോപ്പിക്കായ പദശുദ്ധി. പിന്നെ കേരള ഹിസ്റ്ററിയിലെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. ഇപ്പം ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര വലിയ ടോപ്പിക്കാണെന്ന്. ശരിയാണ്, റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ ടോപ്പിക്കാണ്. അപ്പം റാങ്ക് ഫയൽ എടുക്കുമ്പോൾ നമ്മളത് സെലക്റ്റീവായിട്ട് വായിക്കുക. പിന്നെ പോർച്ചുഗീസിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക് ആയിരിക്കും. അപ്പം നമ്മൾക്ക് ഇതൊരു റിവൈസ് പോലെ ആകും. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് ഒട്ടും ടൈം കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ടോപ്പിക്കിൽ ഒരു വീഡിയോ എങ്കിലും കാണുക. ബിക്കോസ് ഐ ബിലീവ് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അപ്പം ആ ഒരു ടോപ്പിക്കിലൂടെ അറ്റ്ലീസ്റ്റ് ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുക. അടുത്തത് അറ്റ്മോസ്ഫിയർ. പിന്നെ ഇക്കണോമിക്സിൽ നിന്ന് നാഷണൽ ഇൻകം, ദെൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇത്രയാണ് ഡേ 1 ടോപ്പിക്സ്. ഡേ 2 ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, പിന്നെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ. ഇതൊക്കെ ചെറിയ ടോപ്പിക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം കൊടുത്തിരിക്കുന്നത്. ദെൻ മലയാളത്തിലെ സെക്കൻഡ് ടോപ്പിക്കായിട്ടുള്ള വാക്യശുദ്ധി. അടുത്തത് ട്രാവൻകൂർ ഹിസ്റ്ററി. ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ അറ്റ്ലീസ്റ്റ് മാർത്താണ്ഡവർമ്മ നന്നായി പഠിക്കുക. സമയമുണ്ടെങ്കിൽ ബാക്കി എല്ലാവരെയും പഠിക്കണം. പിന്നെ ബേസിക്സ് ഓഫ് ജോഗ്രഫി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രിയാമ്പിൾ. ഡേ 3 എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ പെർസെൻറ്റേജ്. ദെൻ മലയാളത്തിൽ തേർഡ് ടോപ്പിക്കായിട്ടുള്ള പരിഭാഷ. ദെൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് കേരള ഹിസ്റ്ററിയിൽ. അതും എഗെയിൻ ഈ നവോത്ഥാന നേതാക്കളൊക്കെ ഇല്ലേ, ലൈക്ക് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ സ്ഥിരമായി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക, സെലക്റ്റീവായിട്ട് പഠിക്കുക. അഗെയിൻ വലിയ ടോപ്പിക്കാണ്. ദെൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ദെൻ ഇക്കണോമിക്സിൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഡേ 4 ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ്. ദെൻ പെർസെൻറ്റേജ് തന്നെയാണ്. ബിക്കോസ് പെർസെൻറ്റേജിനൊക്കെ ഇച്ചിരി വലിയ ടോപ്പിക്കായിട്ട് നമ്മൾ 2 ദിവസം ഇട്ടിട്ടുണ്ട്. എഗെയിൻ മലയാളം ഒറ്റപ്പദം. അതിപ്പോൾ നമുക്ക് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും പഠിക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ആ ഒരു ടൈം സ്ലോട്ട് കൊടുത്താൽ മതി. അതായത് ഇപ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% ഓഫ് ദി സിലബസ് നമുക്ക് ഇവിടുന്നാണ്. അതായത് 50 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് മാക്സിമം മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യണം. അപ്പം ഈവൻ നമ്മൾ സിലബസിൽ ഇട്ട് തീർന്നു കഴിയുമ്പോൾ, ഈവൻ നമ്മൾ ടോപ്പിക് ഒന്ന് പഠിച്ച് കഴിയുമ്പോഴും ഡെയിലി നമ്മൾ ഇംഗ്ലീഷും മലയാളവും മാത്സും കുറച്ച് നേരമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, ദെൻ പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ്, ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡേ 5 യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദെൻ മലയാളത്തിൽ അടുത്ത ടോപ്പിക്കായിട്ടുള്ള പരിഭാഷ. ദെൻ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ദെൻ RBI ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, അഗെയിൻ റിപ്പീറ്റിംഗ് ആണ്. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഡേ 6 ക്വസ്റ്റ്യൻ ടാഗ്, അഗെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദെൻ മലയാളത്തിൽ വിപരീത പദം. ദെൻ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, എർത്ത് സ്ട്രക്ചർ. ദെൻ ഇക്കണോമിക്സിൽ 5-year പ്ലാൻ, അഗെയിൻ റിപ്പീറ്റിംഗ് ആണ്. ദെൻ സിവിക്സിൽ ഇന്ത്യൻ സിവിൽ സർവീസ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പ്. ഡേ 7 ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ്. ദെൻ മലയാളത്തിൽ നെക്സ്റ്റ് ടോപ്പിക്ക്. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. Then rocks, landforms.
ദെൻ എക്കണോമിക്സിലെ നീതി ആയോഗ് അഗെയിൻ റിപ്പീറ്റിംഗ്, ദെൻ സ്റ്റേറ്റ് സിവിൽ സർവീസ്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഡേ 8 ടെൻസസ്, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ മലയാളത്തിൽ അടുത്ത ടോപ്പിക്ക് വിച്ച് ഈസ് സമാന പദം. അത് നമ്മുടെ ഇഷ്ടാനുസരിച്ച് ടോപ്പിക്ക് മാറ്റി കൊടുത്തോ. ദെൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ ജോഗ്രഫിയുടെ ഫിസിയോഗ്രഫി, ദെൻ GST, ഗവേണൻസ്, അത് കഴിഞ്ഞ് പഞ്ചായത്തി രാജ്. ഡേ 9 ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് എഗെയിൻ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. മലയാളത്തിൽ അടുത്ത ടോപ്പിക്ക് നമുക്കറിയാം, മലയാളത്തിൽ മൊത്തത്തിൽ നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന ഒരു 13ഓളം ടോപ്പിക്കുകളാണ്. അത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ എഗെയിൻ തീർന്നു കഴിയുമ്പോഴും അത് റിവൈസ് ചെയ്യുക. ദെൻ ഫോർമേഷൻ ഓഫ് INC, ഹിമാലയാസ്, ഇക്കണോമിക്സിൽ ടാക്സസ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, ദെൻ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ക്വസ്റ്റ്യൻ വരാറുള്ള ഏരിയ ആണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എമർജൻസി. ഡേ 10 പ്രിപ്പോസിഷൻ, അഗെയിൻ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ദെൻ മലയാളം നെക്സ്റ്റ് ടോപ്പിക്. ദെൻ സ്വദേശി മൂവ്മെന്റ്, ഇന്ത്യൻ ക്ലൈമറ്റ്, പബ്ലിക് റവന്യൂ, ലോക്പാൽ ആൻഡ് ലോകായുക്ത, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഡേ 11 യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അഗെയിൻ മലയാളം നെക്സ്റ്റ് ടോപ്പിക്. ദെൻ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, ഇന്ത്യൻ സോയിൽ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദെൻ IT ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഹാർഡ്വെയർ. ഡേ 12 ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അഗെയിൻ മലയാളം നെക്സ്റ്റ് ടോപ്പിക്ക്. ദെൻ ന്യൂസ് പേപ്പേഴ്സ്, അതൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സിലബസിൽ തന്നിരിക്കുന്ന ഏരിയാസ് ആണ്. ദെൻ ഇന്ത്യൻ റിവർ സിസ്റ്റം, ഇക്കണോമിക്സിൽ ബഡ്ജറ്റ്, ദെൻ ഇലക്ഷൻ കമ്മീഷൻ, IT സോഫ്റ്റ്വെയർ. ഡേ 13 ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ടൈം ആൻഡ് വർക്ക്, ദെൻ മലയാളത്തിലെ നെക്സ്റ്റ് ടോപ്പിക്. പിന്നെ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ, ദെൻ ഇന്ത്യൻ മൺസൂൺ, ദെൻ ഫിസിക്കൽ പോളിസി, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ഫിനാൻസ് കമ്മീഷൻ, ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ചില ദിവസങ്ങളിൽ സിലബസ് ഇച്ചിരി കൂടുതലുള്ള പോലെ തോന്നും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു 15 ദിവസത്തോളം മുന്നേ തീരുന്ന പോലെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 15 ദിവസം നമുക്ക് ഇനി പെൻഡിങ് ആയിപ്പോയിട്ടുള്ള ടോപ്പിക്സ് തീർക്കാനും റിവിഷനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. ഡേ 14 കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, ടൈം ആൻഡ് വർക്ക്, ദെൻ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദെൻ വെസ്റ്റേൺ ഗട്ട്സ്, ദെൻ repo rate, reverse repo rate, bank rate, then anti-defection law. Day 15 degrees of comparison, average, extremist movement in India, then passes, churangal. Then economics new economic policy, then parliament, civics bureaucracy, then IT internet. Day 16 നമ്മൾ വൊക്കാബുലറിയിലെത്തി. അതിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ് ഫസ്റ്റ് ടോപ്പിക്ക്. ദെൻ അഗെയിൻ ആവറേജ്. ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അത് ഇച്ചിരി വലുതായിട്ട് നമുക്ക് തോന്നും. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പം അത് നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കുക. ഏത് ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നോക്കിയിട്ട് സെലക്റ്റീവായിട്ട് പഠിക്കുക. ദെൻ റിവേഴ്സ്, ട്രഷറി ബിൽസ് ഇക്കണോമിക്സിൽ, ദെൻ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. ഡേ 17 word formation from the word use as prefix or suffix. Then maths and mental ability in the law of exponents. Then ഇപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലെത്തി. ദാറ്റ് ഇസ് ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്. ദെൻ കേരള ഡിസ്ട്രിക്ട് ആൻഡ് ഫീച്ചേഴ്സ്. പിന്നെ ഇക്കണോമിക്സിൽ നോബൽ പ്രൈസ് പലവട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വർഷം അല്ലെ കഴിഞ്ഞ വർഷത്തെയൊക്കെ ഇക്കണോമിക്സിൽ നോബൽ പ്രൈസ് ആർക്കാ കിട്ടിയെന്നുള്ളത്. ദെൻ പോസ്കോ സിവിക്സിൽ നിന്ന്. ദെൻ സൈബർ ക്രൈം ആൻഡ് സൈബർ ലോസ്, ലൈക്ക് IT ആക്ട് ഒക്കെ പഠിക്കണം നമ്മൾ. ഡേ 18 കോമ്പൗണ്ട് വേർഡ്സ്. ദെൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, അത് സിവിക്സിൽ നിന്ന്.
then Central Vigilance Commission. Day 19 synonyms, progression, then French Revolution, പിന്നെ ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അത് ഞാൻ കുറേ ദിവസം ഇട്ടിട്ടുണ്ട് ബിക്കോസ് അത് 10 മാർക്ക് ഉണ്ട്. അത് നമ്മൾ സെലക്റ്റീവായി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്പോർട്സിൽ ടേംസ്, അതായത് ഒരു വാക്ക് തന്നിട്ട് ഈ വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ PSC ചോദിക്കാറുള്ളതാണ്. അതുപോലെ ഫുട്ബോൾ, ദെൻ ഗോൾഡൻ ബോട്ട്, ദെൻ ഇമ്പോർട്ടൻ്റ് ട്രോഫീസ് ഒക്കെ ഇല്ലേ. പിന്നെ ഒളിമ്പിക്സ് ലൈക്ക് വിന്റർ ഒളിമ്പിക്സ് ഉണ്ട്, പിന്നെ ബോക്സിങ്, പിന്നെ കറണ്ട് അഫയേഴ്സ് ലൈക്ക് ഇപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചിട്ടിരിക്കുകയാണ്, അപ്പോൾ അങ്ങനെ കറണ്ടായിട്ട് ന്യൂസിലൊക്കെ വരുന്ന കാര്യങ്ങൾ. Day 20 antonyms, series, Russian Revolution, again art, sports and literature. Day 21 phrasal verbs, then problems on mathematics, science, then Chinese Revolution, then UNO and other international organizations. Question വരാറുള്ളതാണ്. Then art, sports and literature again. Day 22 foreign words and phrases, then analogy, then UNO and other international organizations, again ഒരു ദിവസം കൂടി ഇട്ടിട്ടുണ്ട്. Then art, sports and literature, then executive. Day 23 one word substitution, odd man out, again art, sports and literature. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി അത് 10 മാർക്ക് ഉള്ളതുകൊണ്ടാണ് കുറേ ദിവസം ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പം സ്പോർട്സിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം അതുപോലെ തന്നെ ആർട്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജ് ലൈക്ക് ഡാൻസ് ഫോംസ് ഫ്രം ലൈക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള പിന്നെ പല കലകളിൽ പ്രാധാന്യരായ ഫേമസ് ആയിട്ടുള്ള കലാകാരന്മാരെ പറ്റിയിട്ട്, അതായത് ഇപ്പം ഇന്ന ആളുടെ പേര് തന്നിട്ട് ഇയാൾ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ആർട്ട് ഫോംസ് ഇൻ യുനെസ്കോ, പിന്നെ ഈ ഓട്ടം തുള്ളലിനെ പറ്റി ചോദിക്കാറുണ്ട്. ഏൻഷ്യൻ സാൻസ്ക്രിറ്റ് തിയേറ്റർ ചോദിക്കാറുണ്ട്. കേരള കലാമണ്ഡലം, പടയണി, പിന്നെ ഈ മിഡീവൽ ആർക്കിടെക്ചർ, പിന്നെ ഈ കൾച്ചറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ബോട്ട് റേസ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്, ഈ അരുവിപ്പുറം പ്രതിഷ്ഠ, ചെട്ടികുലങ്ങര ഭരണിയൊക്കെ ഇല്ലേ അതുപോലെ. Day 24 വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, പിന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, എഗെയിൻ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, ദെൻ സിവിക്സിൽ നിന്ന് വാട്ടർഷീഡ് മാനേജ്മെൻറ്റ്. ഇപ്പം നമ്മൾ ആർട്സിൽ, സ്പോർട്സിൽ, കൾച്ചറിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ തന്നെ ലിറ്ററേച്ചറിൽ നമുക്ക് സെലക്റ്റീവ് സ്റ്റഡിയാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓരോ നോവൽസിലേക്ക് ചില ഫേമസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുടെ പേര് തന്നിട്ട് ഏത് നോവലിൽ നിന്നാണ്, ദെൻ ബുക്സ് ആൻഡ് ഓതേഴ്സ് ലൈക്ക് അങ്ങനെ, പിന്നെ നോവൽസ്, പിന്നെ ഈ പെൻ നെയിംസ് ഒക്കെ ഇല്ലേ, തൂലികാ നാമങ്ങൾ, പിന്നെ ഈ നാഷണൽ അവാർഡ്സ്. Day 25 സ്പെല്ലിംഗ് ടെസ്റ്റ്, ദെൻ ഫാമിലി റിലേഷൻ, ദെൻ നാഷണൽ പോളിസി ഓൺ S&T ഇന്നോവേഷൻസ്, ദെൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, ISRO, DRDO, ഇതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. 5 മാർക്കേ നമുക്കുള്ളൂ, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് റിസർച്ച് നമ്മൾ ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് നമുക്ക് മെയിൻസിനും സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ല. Day 26 ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, ദെൻ സെൻസ് ഓഫ് ഡയറക്ഷൻ, ദെൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ബയോഡൈവേഴ്സിറ്റി, അഗെയിൻ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. Day 27 expansion and meaning of common abbreviations, then time and angle, then forest and wildlife conservation in India, environmental hazards. Day 28 time in a clock and its reflection, then clock in the topic, then arts, sports, literature again, then global warming, development in biotechnology, green technology and nanotechnology. Day 29 date and calendar, then again art, sports and literature, then physiographic division of India, then agriculture, India, Kerala. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഹോട്ട് ടോപ്പിക്സും ദെൻ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാത്തിൻ്റെയും ടോപ്പിക്സും കവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണ്ട് ഒരു 30 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു, ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൻ്റെ ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തു.
ഇപ്പൊ ചില ദിവസങ്ങളിൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പെൻഡിങ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് റിവൈസ് ചെയ്യുക വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് ഇനിയുള്ളൊരു 15 ദിവസം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും റിവിഷന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, അതിലിപ്പോ ഒരു ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ പോലും, ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കാന്നല്ലല്ലോ, നമ്മൾ നല്ലപോലെ വൃത്തിക്കത്ത് അനലൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്താൽ പോലും 2021 തുടങ്ങി 2025 വരെ 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണുള്ളത്. ഡെയിലി ഒരെണ്ണം വെച്ച് ചെയ്താൽ പോലും നമ്മൾ 15 ദിവസം കൊണ്ട് വൃത്തിക്കത് റിവൈസ് ചെയ്ത് തീരും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.